നമസ്കാരം. മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ 18 വയസ്സുകാരി ആദിത്യ ജീവനൊടുക്കിയ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേസിൽ അറസ്റ്റിലായ സുഹൃത്തായ നെടുമങ്ങാട് സ്വദേശി ബിനോയിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ബിനോയിക്കെതിരെ ഈ സാഹചര്യത്തിൽ ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് നടപടി സ്വീകരിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും ബിനോയിയും തമ്മിൽ 2 വർഷക്കാലമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ പ്രണയത്തിലായിരുന്ന സമയത്ത് റിസോർട്ടിലും അതുപോലെ വീട്ടിലും വെച്ച് പലതവണ ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടിയെ ഇരയാക്കിയതായി പോലീസ് തന്നെ കോടതിയെ അറിയിച്ചു. അതിനിടയിൽ പ്രതി ഗർഭചിത്രം നടത്താനായി ചില ഗുളികകൾ വാങ്ങി നൽകിയിരുന്നുവെന്നും പോലീസ് തന്നെ പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്താനും പെൺകുട്ടിയെ കൊണ്ടുപോയ വാഹനങ്ങൾ കണ്ടെത്താനും മറ്റിടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് കോടതി കസ്റ്റഡി അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. എന്നാൽ പ്രതിഭാഗം വാദിക്കുന്നതാകട്ടെ മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി ബിനോയിയെ കേസിൽ കുടുക്കിയതാണെന്നാണ് വ്യക്തമാക്കുന്നത്. 5 മാസം മുൻപാണ് ഇവർ തമ്മിൽ പിരിഞ്ഞത്. 5 മാസ കാലമുണ്ടായിരുന്നു. ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടിക്കെതിരെ പ്രചരണമുണ്ടായി. ബിനോയിയുടെ സുഹൃത്താണ് ഇതിന് പിന്നിലെന്നുള്ള വിവരം ലഭിക്കുന്നുവെന്നും തന്റെ മരണത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഈ ലോകത്തോട് ജീവിക്കേണ്ടെന്നും മുറിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലടക്കം പറയുന്നുണ്ട്. ബിനോയിയോട് പറയണം സന്തോഷമായിരിക്കാനെന്നും ഇനി തോൽവികൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ലെന്നും കുറിപ്പിലുള്ളതായി പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് പ്രതിഭാഗവും വാദിക്കുന്നത്. കൗൺസിലിംഗിന് വിധേയയായ പെൺകുട്ടി 2 മാസമായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു. ബിനോയിയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ പറഞ്ഞതിനെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെങ്കിൽ പോലും 18 വയസ്സാകുന്നതിന് മുൻപ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതുകൊണ്ടാണ് ബിനോയിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. അധികൃതമായ ഗർഭചിത്രം നടത്തിയതിന് 312 വകുപ്പും ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും പോലീസിന് വിവരം കിട്ടുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശം തന്നെയാണ് കേസിൽ നിർണായക തെളിവായി മാറിയിരിക്കുന്നത്. ബിനോയുമായി പിരിഞ്ഞതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഈ മാസം 10 രാത്രിയാണ് വീട്ടിൽ തൂങ്ങി മരിക്കാനായി ശ്രമം നടത്തിയതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലിരുന്ന കുട്ടി 16-ാം തീയതിയാണ് മരണപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു പോക്സോ കേസ് ചുമത്തി ബിനോയിയെ CJM കോടതിയിൽ ഹാജരാക്കിയതും ശേഷം 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തത്. ബിനോയിയുടെ ഫോണിൽ നിന്നാണ് ഇതിനാധാരമായിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ കിട്ടിയതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജീവനൊടുക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അമ്മയ്ക്ക് വാട്സപ്പിൽ കുട്ടി അയച്ച സന്ദേശത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീട് മാറണമെന്നല്ലാതെ പെൺകുട്ടി ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയില്ല എങ്കിൽ പോലും അതിൽ തന്നെ സംശയമുണ്ടായിരുന്നു. മുറിയിൽ വാതിലടച്ചിരിക്കുകയായിരുന്നു കുട്ടിയെന്നും വീട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.